പ്രിയപ്പെട്ട അധ്യക്ഷൻ ദീപക്, വേദിയിലുള്ള സദസ്സരമുള്ള പ്രിയപ്പെട്ടവരെ, പിൻഡോയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളെ, പിൻഡോയെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ മുബാറക് സാനിയും ദീപക്കും അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സംഭാവനകൾ പരാമർശിക്കുകയുണ്ടായി. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ സംഘടനാ ജീവിതവും സർഗാത്മക ജീവിതവും അതിനുശേഷം നടത്തിയിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലുകളും നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നവർ. പരിപാടിക്ക് വന്നപ്പോൾ SFIയുടെ ഒരു കമ്മിറ്റിക്ക് വന്ന പോലെയാണ്. മിക്കവാറും ആ കാലത്തുള്ള എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത് ആ കാലത്തിൻ്റെ എല്ലാ കാലത്തിലും SFIക്ക് അകത്തുള്ളൊരു ആത്മബന്ധത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ താൻ നേരിട്ട രോഗത്തോടും അതേ നിശ്ചയദാർഢ്യത്തോടും ഇച്ഛാശക്തിയോടും കൂടി പൊരുതാനും പിൻഡോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും നേരിട്ടറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് രണ്ട് മക്കളും, ഒരാൾ ഡോക്ടറായി, അടുത്ത ആൾ ഡോക്ടറായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവിടെ തന്നെ ഇപ്പോൾ കൗൺസിലറായി അല്ലേ, യൂണിയൻ ഭാരവാഹിയായും പിൻഡോയുടെ അതേ വഴിയിലൂടെ തന്നെ അവരും സഞ്ചരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പിൻഡോയുടെ ഈ സുഹൃത്ത് വലയം അന്നത്തെ ആത്മബന്ധം കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും അതാത് കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അവരെ ഞാൻ പ്രത്യേകം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം അനുസ്മരണം നമ്മളെ സംബന്ധിച്ചൊരു അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയാണ്. അനുസ്മരിക്കപ്പെടുന്നയാളുടെ ജീവിതത്തിലൂടെയുള്ള കേവല സഞ്ചാരത്തിലൂടെയല്ല അനുസ്മരണം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായിട്ട് വികസിക്കുന്നത് അനുസ്മരിക്കപ്പെടുന്നയാളുടെ ജീവിതം, രാഷ്ട്രീയം, ദർശനം, അതിൻ്റെ പ്രയോഗത്തിന് ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്, അതിന് നമ്മൾ എങ്ങനെ നേരിടേണ്ടതുണ്ട് എന്ന ഉൾക്കാഴ്ച നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ സുഹൃത്ത് വലയം ഓരോ വർഷത്തിലും അതാത് കാലത്ത് ഏറ്റവും പ്രസക്തമായ വിഷയമാണ് ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല സംസാരിക്കുക. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവകാശപ്പെട്ടതുപോലെയുള്ള ഒരു ഫലം സംഭവിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാനും പറ്റിയെന്ന് വരില്ല. അപ്പം അത് ഓരോ കാലത്തിനനുസരിച്ചും ഇതിനകത്ത് വ്യത്യസ്തതകൾ വരും സമീപനങ്ങളിൽ. എന്നാൽ BJP പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് അന്ന് 400 സീറ്റ് കിട്ടേണ്ടത് ഭരണഘടന മാറ്റി എഴുതുന്നതിനുള്ള ഭരണഘടനാപരമായി ഭൂരിപക്ഷം ഉറപ്പുവരുത്താനായിരുന്നു. അതിപ്പോൾ ലഭിച്ചില്ല എന്നതുകൊണ്ട് ഭരണഘടനയിൽ അതേപോലെ പരിപാവനമാകും എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ ഭരണഘടനയെ അപ്രസക്തമാക്കാം. ഭരണഘടന അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ പ്രയോഗം ഭരണഘടനയ്ക്ക് നേരെ വിപരീതമായിരിക്കും. അങ്ങനെ ഭരണഘടനയെ അപ്രസക്തമാക്കാം, പ്രയോഗത്താൽ അട്ടിമറിക്കാം, ഡിഫാക്റ്റോ അതിനെ അട്ടിമറിക്കാം എന്ന് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിക്കകത്ത് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റൊന്നുകൂടി അംബേദ്കർ പറഞ്ഞിരുന്നു, എത്ര നല്ല ഭരണഘടനയാണെങ്കിലും നടപ്പിലാക്കുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടന ഏറ്റവും മോശമായിരിക്കും.
എത്ര മോശം ഭരണഘടനയാണെങ്കിലും നടപ്പിലാക്കുന്നവർ നല്ല രീതിയിലാണെങ്കിൽ ആ ഭരണഘടന മെച്ചമുള്ളതാക്കാനും കഴിയും. ഇതെല്ലാം നമ്മളിപ്പോൾ അനുഭവേദ്യമായിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ജയാപജയങ്ങൾ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് ആത്മവിശ്വാസം പൊതുവെ മതനിരപേക്ഷവാദികൾ കുറേയേറെ പകർന്നു നൽകുന്നതാണെങ്കിലും അത് വ്യാമോഹങ്ങളിലേക്ക് വഴി തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കുതിപ്പിനുള്ളൊരു ഊർജം നൽകുകയും ചെയ്യുന്നുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP പരാജയപ്പെട്ടതിന് ശേഷമുള്ള ഒരു 1-2 മാസം കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ പാർലമെൻ്ററി കാലത്തുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, ദേശീയ മാധ്യമങ്ങളിലുള്ളവരുമായി ഒരു വൈകുന്നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു. BJP പരാജയപ്പെട്ടു, പക്ഷേ കർണാടകയിലെ നല്ലൊരു വിഭാഗം വീടുകളിലും ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പടമില്ല. നേരത്തെ എല്ലാ വീടുകളിലും, മിക്കവാറും എല്ലാ വീടുകളിലും, അത് ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, വേറെ മുസ്ലിമാകാം, എല്ലാ വീട്ടിലും മിക്കവാറും ഒരു വൈകാരികമായി തന്നെ ടിപ്പു സുൽത്താൻ്റെ പടമുണ്ടായിരുന്നു. ഇപ്പം ടിപ്പു സുൽത്താൻ എല്ലാവരുടേതുമായിരുന്നു. എന്നാൽ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ടിപ്പു സുൽത്താൻ ഒരു മുസ്ലിമായി ചുരുങ്ങി. നേരത്തെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമായി, വൈകാരിക ബിംബമായി ഒരു ജനത ഹൃദയത്തിലേറ്റിക്കൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു മുസ്ലിം മാത്രമായി ചുരുക്കാൻ, പെട്ടെന്നല്ല, ഒരു ദീർഘകാല പദ്ധതിയിലൂടെ കഴിഞ്ഞു എന്നത് കർണാടകയിൽ അവർ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ BJP തോറ്റതുകൊണ്ട് ഇത്തരം വീടുകളിൽ ടിപ്പു സുൽത്താൻ്റെ പടം വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ഇവരുടെ ഒരു പ്രവർത്തന രീതിയുടെ ഒരു അപകടകരമായ ഭാഗമെന്നുള്ളത്. ഒരു സാംസ്കാരികമായിട്ടുള്ള ഇത്തരം ഇടപെടലുകളിലൂടെ എന്തെല്ലാം ബിംബങ്ങളെയും മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ അതിനെ പുനർനിർവചിക്കാൻ, അതിൻ്റെ വിപുലതയെ ചുരുക്കാൻ എല്ലാം കഴിയുന്നു എന്നുള്ളതാണ് ആ ചെറിയ ഉദാഹരണത്തിലൂടെ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഈ ഗവൺമെൻറ്റും അവരുടെ പാഠപുസ്തകങ്ങളുടെ ആദ്യത്തിൽ വന്ന് തന്നെ നിർമ്മിതിയായി മാറി ബാബറി മസ്ജിദ്. NS മാധവന്റെ തിരുത്തിൽ അതൊരു തർക്കമന്ദിരമായിരുന്നു. തർക്കമന്ദിരം തർക്കമുള്ള മന്ദിരമാണ്, എപ്പോഴെങ്കിലും തകർക്കപ്പെടാൻ സാധ്യതയുള്ള മന്ദിരമാണ്. ഇതാണ് തർക്കമന്ദിരം എന്ന പദത്തിൻ്റെ തുടർച്ചയായ പ്രയോഗത്തിലൂടെ നിർമ്മിക്കപ്പെട്ട ബോധം എന്നുള്ളത്. അത് ഒരു തർക്കമന്ദിരം എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊരു പാഠപുസ്തകത്തിൽ കേവലം നിർമ്മിതി മാത്രമായി മാറി. അപ്പോൾ ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധാപൂർവം തന്നെ കാണേണ്ടതുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ഇന്ത്യ അതേപോലെ നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭരണഘടന എങ്ങനെയാണ് ഇന്ത്യയെ വിഭാവനം ചെയ്തത്? അത് നേരിടുന്ന വെല്ലുവിളികൾ. ഞാൻ അധിക സമയം എടുക്കുന്നില്ല, ഒരു 10-25 മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങളിൽ പലരും അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെന്റേറിയൻസ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാകും, മലയാളത്തിലും അത് ലഭ്യമാണ്. സെൻ അതിലൊരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ എന്ന ഈ വൈവിധ്യം, അതിൽ ഒരാൾക്ക് പല സ്വത്വങ്ങളുണ്ട്. പുരുഷനെന്ന സ്വത്തുണ്ടാകും, സ്ത്രീ ഉണ്ടാകാം, ജാതി സ്വത്വമുണ്ടാകും, മതത്തിൻ്റെ സ്വത്വമുണ്ടാകും, ഇന്ത്യക്കാരനെന്ന സ്വത്വമുണ്ടാകും. ഇതിലേത് സ്വത്വമാണ് ഉയർന്നു നിൽക്കുന്നത്? ഹിന്ദു എന്ന സ്വത്വം അതോ ഇന്ത്യ എന്ന സ്വത്വമാണോ? മതം എന്നുള്ള ആ സ്വത്വമാണോ രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ള സ്വത്വമാണോ ഉയർന്നു നിൽക്കുന്നത്? ഇതാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമെന്ന് അമർത്യ സെൻ ഈ കൃതിയിൽ വിശദമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രപ്രസിദ്ധമായ നവംബർ 25 പ്രസംഗത്തിൽ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ അവസാന രൂപം കരട് അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗത്തിലും ഇതേ ഭാഗം തന്നെ നമുക്ക് കാണാൻ കഴിയും.
വിശ്വാസമാണോ ഉയർന്നു നിൽക്കുന്നത്, അത് രാഷ്ട്രമാണോ? വിശ്വാസമാണോ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും. ജീവൻ നൽകിയും നേടിയെടുത്ത സ്വാതന്ത്ര്യം അതോടുകൂടി ഇല്ലാതാകാൻ തുടങ്ങും. രാഷ്ട്രമാണോ ഉയർന്നു നിൽക്കുന്നത് എന്നാൽ നമ്മൾ പുരോഗതിയിലേക്ക് പോകും. ഇത് അന്ന് അംബേദ്കർ നവംബർ 25 ചരിത്ര പ്രാധാന്യമേറിയ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായ പ്രസംഗങ്ങളിലൊന്നാണത്. അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സെന്നും ഇത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഏത് സ്വത്വം ഉയർന്നു നിൽക്കുന്നു? ഏതെങ്കിലും മതത്തിൻ്റെ സ്വത്വമാണോ, ജാതിയുടെ സ്വത്വമാണോ, ലിംഗത്തിൻ്റെ സ്വത്വമാണോ, അതോ രാഷ്ട്രത്തിൻ്റെ സ്വത്വമാണോ? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒരു രാജ്യമായി സ്വാതന്ത്ര്യം ലഭിച്ച് രാഷ്ട്ര നിർമ്മിതിയിലേക്ക് കിടക്കുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ അടിത്തറ? അതിൽ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ പറയുന്നുണ്ട്, മതരാഷ്ട്രങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു, ഇനി ദേശീയ രാഷ്ട്രങ്ങളുടെ കാലമാണ്. വിശ്വാസമല്ല, പൗരത്വമാണ് പ്രധാനം. ഇതും രണ്ട് സ്വത്വങ്ങൾ തമ്മിലുള്ളതാണ്. വിശ്വാസി എന്ന സ്വത്വമാണോ, പൗരൻ എന്ന സ്വത്വമാണോ? വിശ്വാസി എന്ന സ്വത്വമുണ്ട്. ആ വിശ്വാസി എന്ന സ്വത്വത്തെ പൗരൻ എന്ന സ്വത്വം കൊണ്ട് മറികടക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിലാണ് മതരാഷ്ട്രത്തിൽ നിന്ന് ഒരു ദേശീയത അടിസ്ഥാനപ്പെടുത്തിയ ആധുനിക രാഷ്ട്രത്തിലേക്ക് ഇന്ത്യ മാറുന്നത്. ഇതാണ് എസ് രാധാകൃഷ്ണൻ ഭരണഘടനാ അസംബ്ലിയിൽ പറയുന്ന കാര്യം എന്നുള്ളത്. നമ്മുടെ രാജ്യം ഈ വൈവിധ്യങ്ങളുടെ സമ്പന്നതയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. പല ജാതി, മതം, വിശ്വാസം, ഭാഷ, സംസ്കാരം എല്ലാം ചേർന്ന് ഇഴചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖം തന്നെ വി ദ പീപ്പിൾ എന്നുള്ളത്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. യഥാർത്ഥത്തിൽ അതിൻ്റെ പേറ്റന്റ് നമുക്കുള്ളതല്ല. അമേരിക്കൻ ഭരണഘടനയും അങ്ങനെ തന്നെയാണ് ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇങ്ങനെയാണ് അമേരിക്കൻ ഭരണഘടനയും ആരംഭിക്കുന്നത്. എന്നാൽ അമേരിക്കൻ ഭരണഘടനയിലെ വി അല്ല ഇന്ത്യൻ ഭരണഘടനയിലെ വി. രണ്ടും ഒന്ന് തന്നെയാണ്, WE തന്നെയാണ്, ഇംഗ്ലീഷിൽ ഒരർത്ഥം തന്നെയാണ്. എന്നാൽ ആ വാക്ക് ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം അമേരിക്കൻ ഭരണഘടന അംഗീകരിക്കുന്നത് പോലെ അല്ലായിരുന്നു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോഴുള്ളത്. 1789 അമേരിക്കൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ വി ഡിക്ഷണറിയിൽ ഉള്ള അർത്ഥമായിരുന്നില്ല ഭരണഘടനയ്ക്കകത്തുള്ളത്. വി നമ്മളാണല്ലോ. ആ വിയിൽ അമേരിക്കയിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. ആ വിയിൽ അമേരിക്കയിലെ മഹാഭൂരിപക്ഷം വരുന്ന സമ്പന്നരല്ലാത്തവർ, ദരിദ്രരെന്ന് മാത്രമല്ല സമ്പന്നരല്ലാത്തവർ ഉണ്ടായിരുന്നില്ല. ആ വിയിൽ സ്ത്രീകളും ഉണ്ടായിരുന്നില്ല. വി തന്നെയാണ്, WE തന്നെയാണ്, അർത്ഥം ഇംഗ്ലീഷിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ 1789 വിയിൽ കറുത്ത വംശജരോ ബ്ലാക്സോ അല്ലെങ്കിൽ സ്ത്രീകളോ നികുതി അടയ്ക്കാൻ പറ്റാത്ത മഹാഭൂരിപക്ഷം ആളുകൾ ഇല്ലാത്ത വി ആയിരുന്നു ഭരണഘടനയിലെ വി എന്നുള്ളത്. 1870 ബ്ലാക്സിന് പിന്നീട് പൗരത്വം നൽകുന്ന ഒരു ഭേദഗതി, 14-15 ഭരണഘടനാ ഭേദഗതികൾ 1867-70 കാലയളവിലാണ്. ഒരു നൂറ്റാണ്ട് കാത്തിരുന്നിട്ടാണ് വിയിൽ ബ്ലാക്സ് ഇടം കിട്ടുന്നത്. എന്നാൽ അങ്ങനെ ഇടം കിട്ടുമ്പോഴും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. വോട്ട് ചെയ്യാൻ പിന്നെയും കാത്തിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് നമുക്ക് പരിഹാസ്യം അല്ലെങ്കിൽ കൗതുകകരമായ ഒരു പ്രത്യേക ക്ലോസ് അമേരിക്കൻ ഭരണഘടനയിലുണ്ടായിരുന്നു. അത് ഗ്രാൻഡ് ഫാദർ ക്ലോസ് ആണ്. മുത്തച്ഛൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ പേരക്കുട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പടിമയായ മുത്തച്ഛൻ ഒരു കാരണവശാലും വോട്ട് ചെയ്യാനിടയില്ല. അത് മാറുന്നത് 1915 അപ്പോൾ 1789 വിയിൽ ഈ മുത്തച്ഛൻ വോട്ട് ചെയ്യാത്ത മഹാഭൂരിപക്ഷം വരുന്ന സ്ലേവ്സ് ആയിട്ടുള്ള, അടിമകളായിട്ടുള്ള ബ്ലാക്സിന് വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നേയില്ല. അതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ അന്നൊരു പോൾ ടാക്സ് ഉണ്ടായിരുന്നു, വോട്ട് നികുതി. വോട്ട് നികുതി നൽകാൻ കഴിയുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1789 അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ പ്രിയാമ്പിൾ. തുടക്കത്തിൽ തന്നെ വി ആണെങ്കിലും
പിന്നീട് 1964 ഇപ്പോൾ 789 മുതൽ 64 വരെ എത്തിയപ്പോഴാണ് കറുത്ത വംശജർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴും വിയിൽ ആരില്ല? സ്ത്രീകളില്ല. അമേരിക്കയ്ക്ക് ഒരു പ്രസിഡന്റായിട്ട് സ്ത്രീ വന്നിട്ടില്ല. 1920 സോവിയറ്റ് യൂണിയൻ വന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് 1920 ഓഗസ്റ്റിലാണ് 20-ാം തീയതി മറ്റും തോന്നുന്നു സ്ത്രീകൾക്ക് അമേരിക്കയിൽ വോട്ട് ചെയ്യാൻ അവകാശം കിട്ടിയത്. അപ്പൊ 1789 വിയിൽ സ്ത്രീ ഇടം കിട്ടിയത് 1920 മാത്രമാണ്. അപ്പോൾ ഈ 2 നൂറ്റാണ്ടുള്ള ഒരു കാലത്തോളം വിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. വിയിൽ നികുതി അടയ്ക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നില്ല. വിയിൽ കറുത്ത വംശജരുണ്ടായിരുന്നില്ല. ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, സൂക്ഷ്മ ന്യൂനപക്ഷം മാത്രമാണ് വി. യഥാർത്ഥത്തിൽ ഡിക്ഷണറിയിൽ അർത്ഥമായിരുന്നില്ല ഭരണഘടനയിലെ വിക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഇത് ഭരണഘടനാ ഭേദഗതികൾ, അതോടൊപ്പം കോടതി വിധികൾ, ഇതിലൂടെയാണ് വി വികസിതമായത്. അമേരിക്കൻ ഭരണഘടനയിൽ രൂപീകരിക്കപ്പെട്ടതിൽ നിന്ന് അത് വികസിതമായി വരികയാണ് ചെയ്തത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ വി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. അഡൽട്ട് സഫ്രേജിന്, ഇപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ. അമേരിക്കയുടെ ചുരുങ്ങിയ വി ഭേദഗതികൾ കൊണ്ടും വിധികൾ കൊണ്ടും വികസിച്ചുവെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ വികസിതമായ വി ഭേദഗതികൾ കൊണ്ടും വിധികൾ കൊണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് രാജ്യത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് കാണുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണങ്ങളിൽ ഒന്ന്. കാരണം വിയിൽ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലിറ്റ്മസ് ടെസ്റ്റ് സിറ്റിസൺഷിപ്പാണ്, പൗരത്വമാണ്. നമ്മുടെ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ്. ആധുനിക പൗരത്വ പരികൽപ്പനകളാണ് ഭരണഘടനയിൽ ഇഴുകി ചേർത്ത് വെച്ചത്. ഇവിടെ ജനിച്ചാൽ ഇവിടെ പൗരത്വം ഉണ്ടായിരിക്കും. അത് മാതാപിതാക്കൾ ആരുമാകാം. അപ്പോൾ ഭരണഘടനാ അസംബ്ലി ഒരാൾ ചോദിക്കുന്നുണ്ട്, ബോംബെ വിമാനത്താവളത്തിൽ വെച്ച് ഒരു വിദേശി സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവിച്ചാൽ അപ്പോൾ പിന്നെ പൗരത്വം കൊടുക്കാമോ? അപ്പോഴും പൗരത്വം കൊടുക്കാം എന്നാണ് ഭരണഘടനാ അസംബ്ലി കണ്ടത്. എന്നാൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വി ഒന്ന് ചുരുക്കി. ആദ്യത്തെ ചുരുക്കൽ അവിടെയാണ്. മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. ഒരു ചെറിയ മാറ്റം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അന്ന് കൊണ്ടുവന്നു. അതിലൊരു മാറ്റം വന്നു. പിന്നെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒന്നുകൂടി ചുരുക്കി വിയെ. മാതാപിതാക്കൾ ആരും തന്നെ ഇല്ലീഗൽ മൈഗ്രന്റ് ആകരുത്. അപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ അനധികൃത കുടിയേറ്റക്കാരനാകരുത്. അപ്പോൾ വി ഒന്നുകൂടി ചുരുങ്ങി. അപ്പോഴും മതം പൗരത്വത്തിന്റെ അടയാളമായില്ല. കഴിഞ്ഞ ഗവൺമെന്റ്, അതിന് മുമ്പത്തെ ഗവൺമെന്റ് തുടങ്ങി 14-19 2 നോട്ടിഫിക്കേഷനുകൾ വന്നു, ബില്ല് അവതരിപ്പിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അത് നിയമമായി. അതോടുകൂടി മതം പൗരത്വത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറി. 3 രാജ്യങ്ങളും നേരത്തെ ഘടകമായിരുന്നില്ല. 3 രാജ്യങ്ങളും ഇന്ന് 6 വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി, ഈ 6 വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വമുള്ളൂ. മുസ്ലിം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി ഭരണഘടന വിഭാവനം ചെയ്ത ഇന്ത്യ പ്രയോഗത്തിൽ മറ്റൊന്നിലേക്കുള്ള യാത്ര തുടങ്ങി. ഭരണഘടന പ്രകാരം ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണഘടനാ ഭേദഗതിയിലാണ് പ്രിയാമ്പിളിൽ സെക്കുലർ എന്ന് കൂട്ടിച്ചേർത്തതെങ്കിലും ഭരണഘടനയിൽ ഉടനീളം ഇത് എഴുതി വയ്ക്കാതെ തന്നെ മതനിരപേക്ഷതയുണ്ട്. മതനിരപേക്ഷതമാണ്. എല്ലാ ഭരണഘടനാ ആർട്ടിക്കിളുകളും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ജോർജ് ജേക്കബ് ഹോളോലിക്ക് ആദ്യമായി 1859 സെക്കുലറിസം എന്ന ടേം ആദ്യമായി കോയിൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. ആ അർത്ഥമല്ല ഇന്നുള്ളത്. അന്നത്തെ അർത്ഥം എന്നുള്ളത് മതാതീത ആത്മീയത അല്ലെങ്കിൽ മതരഹിത ധാർമ്മികത. ഇതാണ് സെക്കുലറിസത്തിന്റെ തുടക്കകാലത്തെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം വന്നപ്പോൾ അർത്ഥപരിണിതി സംഭവിച്ചു. രാജ്യം മതത്തിൻ്റെത്, രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെത്, സീസറിനുള്ളത് സീസറിന്, രാജാവിനുള്ള രാജാവ്, ഈ ദൈവത്തിനുള്ള ദൈവത്തിന്. ഈ മാറ്റം വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ കാഴ്ചപ്പാടാണ് നമ്മളും ഇതിനകത്തേക്ക് ഇളക്കി ചേർത്തത്. ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഈ ഇന്ത്യൻ വ്യാഖ്യാനം,
ഈ ഫ്രഞ്ച് വിപ്ലവത്തെ ചുവടെ പിടിച്ച ഇന്ത്യൻ വ്യാഖ്യാനം വർഗീയതയ്ക്കുള്ള വഴിയൊരുക്കിയെന്ന് ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ കാണുന്നുണ്ട്. എസ് രാധാകൃഷ്ണനെ പോലുള്ള ആളുകളുടെ വ്യാഖ്യാനത്തിനാണ് അന്ന് ഈ പ്രാമുഖ്യം കിട്ടിയത്. ഒരു രാജ്യത്തെ പൗരത്വത്തിന് എപ്പോഴാണോ മതം അടിസ്ഥാനമായി വരുന്നത്, അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമാകാൻ തുടങ്ങുകയാണ്. മതരാഷ്ട്രങ്ങൾക്കകത്താണ് മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം സാധാരണഗതിയിൽ നൽകുന്നത്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതോടെ മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രത്തിലേക്കുള്ള യാത്ര തുടങ്ങും. മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ കെ എൻ പണിക്കർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യത്തെ നിലനിർത്തുന്നതിനുള്ള മുന്നുപാധി മതനിരപേക്ഷതയാണ്. കാരണം എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായ അവകാശം വേണം ജനാധിപത്യത്തിൽ. കാരണം രാഷ്ട്രീയത്തിൽ നമുക്ക് തുല്യതയുണ്ട്. അംബേദ്കറുടെ പ്രസംഗത്തിൽ പലപ്പോഴായി പലരും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്, നാം ഒരു പുതിയ വൈരുദ്ധ്യത്തിലേക്ക് കിടക്കുകയാണ്. രാഷ്ട്രീയത്തിൽ തുല്യതയിലേക്ക് വരുന്നു. ഒരാൾ ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം. അപ്പം നിലനിൽക്കുന്ന ഘടനയുടെ ഭാഗമായി സാമ്പത്തികമായിട്ടുള്ള അസമത്വം തുടരുകയാണ്. ഒരാൾക്ക് ഒരു മൂല്യമല്ല സാമ്പത്തിക മേഖലയ്ക്കകത്ത് വരുന്നത്. എത്ര നാൾ ഈ അസമത്വം തുടരാൻ കഴിയും? ഈ അസമത്വം ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതൊന്നിന്റെ അടിത്തറയിലാണോ ഈ സംവിധാനം കെട്ടിപ്പടുത്തിട്ടുള്ളത്, ഉയർന്നു വരുന്ന ജനങ്ങളുടെ പ്രതിഷേധത്തിൽ അത് തകർത്തെറിയപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് അംബേദ്കർ എന്ന് നൽകിയ മുന്നറിയിപ്പ് എന്നുള്ളത്. എന്നാൽ ഈ തുല്യത, രാഷ്ട്രീയത്തിലെ തുല്യതയും ഇപ്പോൾ അതേപോലെ നിൽക്കുമില്ല എന്നതിലേക്ക് വരുന്നു. രണ്ടു തരം പൗരന്മാരിലേക്ക് ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പൗരത്വം, ആ പരികൽപ്പനയുടെ മാറ്റം ഇന്ത്യയുടെ ഭരണഘടനാപരമായ സങ്കല്പത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മതനിരപേക്ഷത ഇല്ലാതാകുന്നതോടുകൂടി ജനാധിപത്യം ദുർബലമാകും. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അളവുകോൽ എന്നുള്ളത് മതന്യൂനപക്ഷങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ പറയില്ല, മതന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം പ്രീണനം, ഒരു മുസ്ലിം വിരുദ്ധത നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമാണ്. മതന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം, അത് മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കാനുള്ള പോരാട്ടത്തിൻ്റെ മുഖ്യമായ ഭാഗമാണ്. ഇത് ഇടതുപക്ഷ പ്രസ്ഥാനം കാണുന്നുണ്ട്. അംബേദ്കറും ഈ ഭാഗം തന്നെ, ജവഹർലാൽ നെഹ്റുവും ഈ ഭാഗം തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ എപ്പോഴും പറയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എങ്ങനെയാണ്, മതന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രതിരോധം എങ്ങനെയാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഭരണഘടന മതനിരപേക്ഷമായി നിൽക്കുമ്പോൾ തന്നെ, ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി നിൽക്കുമ്പോൾ തന്നെ പ്രയോഗത്തിൽ അത് പതുക്കെ പതുക്കെ മതരാഷ്ട്രത്തിലേക്ക് മാറുന്നു. ജനാധിപത്യത്തിന്റെ സ്വഭാവം ചുരുങ്ങുന്നു. ഇപ്പോൾ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമോ എന്നറിയില്ല. കഴിഞ്ഞ ഒരു പാർലമെന്റ് സെഷൻ മുഴുവൻ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. ഭരണഘടനയിൽ പറയുന്നത് എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് മേ ബി, പാർലമെന്റ് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുക്കണം. പക്ഷെ 5 വർഷം ആസ് സൂൺ ആസ് മേ ബി ആയിരുന്നില്ല. അത് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ വന്ന കേസും അമ്മത്തെ സ്ഥിതിയിൽ സുപ്രീം കോടതിക്ക് സമയം കിട്ടിയില്ല നോക്കാനായിട്ട്. അത് മാറ്റി മാറ്റി വെച്ച് പോയിരിക്കുകയാണ്. സമയം കാലാവധി കഴിഞ്ഞു. ഭരണ സംവിധാനങ്ങൾ ഒരു പ്രത്യേക രൂപത്തിലേക്ക് പോകുമ്പോൾ കോടതിയും കുറച്ചൊന്ന് ഉലയും. എന്നാൽ ഭരണ സംവിധാനങ്ങൾ മാറ്റം വരുന്ന സൂചനകൾ വരുമ്പോൾ കോടതിയും പതുക്കെ ശരിയായ രൂപത്തിലേക്ക് വരാനും തുടങ്ങും. അന്ന് എന്തോ കോടതി, സുപ്രീം കോടതിയും ഇത് സംബന്ധിച്ചുള്ള കേസുകൾ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കാലത്താണ് ഹിറ്റ്ലർ ജർമ്മനിയെ ഏകാധിപത്യത്തിലേക്ക് നയിച്ചത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് കുറെ കൂടി തീവ്രമായ ഇതിലേക്ക് മാറിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആത്മവിശ്വാസത്തിൽ, ആഘോഷങ്ങളിൽ മുഴുകി ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻപിലുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കൂ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ സമയ പരിമിതി മൂലം പോകുമില്ല.
അപ്പോൾ പലതരത്തിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യ ഒന്നാമത്തെ ആർട്ടിക്കിൾ 1 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതിമനോഹരമായ ഘടനയാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിളിനുള്ളത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അതും ചർച്ചകൾക്ക് ശേഷം അംഗീകരിക്കപ്പെട്ടു. ഇപ്പൊ അത് ഭാരത് മാത്രമായി. പക്ഷെ പ്രസംഗിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ എന്നാണ്. ഭാരത് തൽക്കാലം ഇന്ത്യ മാറ്റി ഭാരത് എന്നാണ് എഴുതി വയ്ക്കുന്നത്. പ്രസംഗമല്ല, ഹിന്ദുസ്ഥാനാണ്. അന്ന് തീരുമാനിച്ചത് ഹിന്ദുസ്ഥാൻ അല്ല, ഭാരതവർഷം, അഖണ്ഡ ഭാരത്, ഭാരതകാണ്ഡം, ഹിന്ദുസ്ഥാൻ, ഇങ്ങനെ എല്ലാ പേരുകളും വന്നു ഭരണഘടനാ അസംബ്ലിയിൽ. പക്ഷേ ഭരണഘടനാ അസംബ്ലി ആ വിഭജനത്തിന്റെ ഘട്ടമാണ്. അപ്പുറത്ത് പാകിസ്ഥാൻ വന്നു. ഇവിടെ തീരുമാനിച്ചു ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യം ഭാരത് വേണോ ഇന്ത്യ വേണോ എന്നത് തർക്കണ്ട. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. മതനിരപേക്ഷമാണ്. HV കാമത്തിന്റെ ഭേദഗതി ആമുഖം തുടങ്ങേണ്ടത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ രോഹിണി കുമാർ ചോദിച്ചു, അല്ല ഞങ്ങൾ 15 സ്ത്രീകളുണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ഗോഡസ് എന്നും കൂടി ആവും, ദേവത എന്ന് കൂടി ചേർത്തോളൂ. തമാശയ്ക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതുകൂടി ചേർത്തോളൂ. പട്ടന്നാണ് പിള്ള തിരുവനന്തപുരത്ത് നിന്ന്, തിരുവിതാംകൂറിൽ നിന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെതിരാണ്, ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ഞാൻ വിശ്വാസിയാണ്. പക്ഷെ നമ്മൾ അംഗീകരിച്ചു ഭരണഘടന. പുസ്തകം എഴുതുന്ന പോലെ തന്നെ ഭരണഘടന. പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണല്ലോ ആമുഖം എഴുതുക. എല്ലാ പുസ്തകം, കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് ആമുഖം എഴുതുക. ഭരണഘടന എങ്ങനെയാണ്? മിക്കവാറും എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് ആമുഖം എടുക്കുന്നത്. തുറക്കും ആദ്യമായിരിക്കും ആമുഖം, എഴുതുന്നത് എല്ലാ ആമുഖങ്ങളും അവസാനം തന്നെയാണ്. അപ്പൊ ഈ ആമുഖത്തിൽ വന്നപ്പോഴാണ് പട്ടന്നാണ് പിള്ള പറഞ്ഞു, നമ്മൾ ബാക്കിയൊക്കെ തീരുമാനിച്ചു, നിങ്ങൾക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം, ദൈവനാമത്തിലെടുക്കാം, ദൃഢപ്രതിജ്ഞ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ദൈവത്തിന്റെ പേരിൽ എന്ത് ചേർക്കാമോ? അപ്പൊ ചോദിച്ചു, ആരുടെ ദൈവമാണ്? പല ദൈവങ്ങളുണ്ട്, ഏത് ദൈവം വരും? ഇങ്ങനെയുള്ള തർക്കങ്ങൾക്ക് ശേഷം എല്ലാവരും പറഞ്ഞു, ഇനി വെറുതെ ദൈവത്തിന് വോട്ടിനിട്ട് വിഷമിപ്പിക്കണ്ട, നിങ്ങൾ ആ ഭേദഗതി പിൻവലിച്ചോളാൻ പറഞ്ഞു. പക്ഷെ കാമത്ത് പ്രസ് ചെയ്തു. 68-41 41 പേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, 68 പേർ അഭിനബിരെ. അങ്ങനെയാണ് ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ പേരിലല്ലാതെ വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്നത്. ഈ വോട്ടിനിട്ടിട്ടാണ്. മതനിരപേക്ഷമാണ്. ഈ മതനിരപേക്ഷമായിട്ടുള്ള നമ്മുടെ ഈ രാജ്യം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് മറ്റൊരു ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ശില ഫെഡറലിസത്തിൻ്റെതാണ്. സംസ്ഥാനങ്ങൾ ചേരുന്നതാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. യൂണിയൻ ഓർ ദ സ്റ്റേറ്റ് അല്ല, യൂണിയൻ ഓൺ ദ സ്റ്റേറ്റ് അല്ല, യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങൾക്ക് മുകളിലുള്ള യൂണിയൻ അല്ല, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്നത് മാറി യൂണിയൻ ഓവർ ദ സ്റ്റേറ്റ് ആയി. സംസ്ഥാനങ്ങൾ പ്രയോഗത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ്. ഭരണഘടന മാറിയിട്ടൊന്നുമില്ല, എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് ഹിന്ദിയിലാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. നമ്മളും പ്രസംഗിക്കുമ്പോൾ പറയും രാഷ്ട്രഭാഷയായ ഹിന്ദി. ശരിക്കും ഇന്ത്യക്ക് ഒരു രാഷ്ട്രഭാഷയില്ല. നമുക്കുള്ളത് ഔദ്യോഗിക ഭാഷ മാത്രമാണ്. ഔദ്യോഗിക ഭാഷ മാത്രമാണ് ഭരണഘടനാ പ്രകാരം 351 ഔദ്യോഗിക ഭാഷ ഹിന്ദി, ദേവനാഗരി ലിപിയിൽ, പിന്നെ ഇംഗ്ലീഷ് നിശ്ചിത കാലത്തേക്ക്. അതേപോലെ തന്നെ ഭരണഘടനയിൽ ഇപ്പോ നിയമസഭയിൽ നമ്മളൊരു ബില്ല് കൊണ്ടുവരണമെങ്കിൽ മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അന്നൊക്കെ സ്പീക്കറുടെ ഓഫീസിൽ ഇരുന്നാണ് മലയാളത്തിൽ കൊണ്ടുവരാൻ, ഇംഗ്ലീഷിലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മലയാളത്തിൽ കൊണ്ടുവന്നാലോ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇംഗ്ലീഷ് പരിഭാഷ അവിടെ പോയി ചാർത്തി കൊണ്ടുവരണം. എവിടെ? ഗവർണറിന്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് പരിഭാഷ ഒപ്പിടിച്ച് കൊണ്ടുവന്നാലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ ബില്ല്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, പക്ഷെ മലയാളത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം ഭരണഘടനയിൽ അങ്ങനെയാണ്. സംസ്ഥാനങ്ങൾ നിയമം പാർലമെന്റിലും അസംബ്ലിയിലും ബില്ല് അവതരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ഇംഗ്ലീഷേ പറ്റുള്ളൂ. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിനോ യൂണിയൻ സംസ്ഥാനങ്ങൾക്കോ കത്തെഴുതണമെങ്കിൽ ഭരണഘടനാ പ്രകാരം വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ ഇംഗ്ലീഷിലേ പറ്റുള്ളൂ. ഞാൻ ചില സ്ഥലത്ത് ഉദാഹരിച്ചിട്ടുണ്ട്. മുലായം സിംഗ് യാദവ് ഒരിക്കൽ ഹിന്ദിയിൽ കേരള മുഖ്യമന്ത്രിയായ നായനാർക്ക് കത്തെഴുതി. നായനാർ ഭരണഘടന നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം മറുപടി മലയാളത്തിൽ എഴുതി. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിലല്ലാതെ ആശയവിനിമയം നടത്തണമെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും അംഗീകാരം വേണം. കൺസെന്റോടെ ചെയ്യാൻ പറ്റുള്ളൂ.
പക്ഷെ ഇപ്പോഴോ ഭരണഘടന മാറിയിട്ടില്ല. 351, 354, 355, 356, 357, 48 എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രയോഗത്തിൽ ഏകഭാഷയിലേക്ക് വരുന്നു, വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നു, ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുന്നു. രാഷ്ട്രഭാഷ വേണ്ട എന്ന് തീരുമാനിച്ചു. ചിലർ പറഞ്ഞിട്ട് സംസ്കൃതം ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഹിന്ദി ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ഭരണഘടനയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. നമ്മൾ പറയും മലയാളം പ്രാദേശിക ഭാഷയില്ല ഭരണഘടനയിൽ. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷ ഭരണഘടനാപരമല്ല, അതും ഒഫീഷ്യൽ ലാംഗ്വേജ്, ഷെഡ്യൂൾഡ് ലാംഗ്വേജുകളാണ്. നമ്മളത് ചെറുതായിട്ട് പറയും പ്രാദേശിക ഭാഷയായ മലയാളവും, ഒന്ന് വലുതാക്കി പറയും രാഷ്ട്രഭാഷയായ ഹിന്ദിയും. പ്രസംഗിച്ചും എഴുതിയും നമ്മൾ ഇത് ഇങ്ങനെ സ്ഥാപിച്ചെടുക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഈ വൈവിധ്യങ്ങൾ സംരക്ഷിക്കലാണ് ഇന്ത്യ ഈ ഫെഡറലിസമാണ്. വിവിധ സംസ്ഥാനങ്ങൾ, ഭാഷ, സംസ്കാരം എല്ലാം ചേരുന്നതാണ്. യൂണിയൻ ഗവൺമെന്റ് ആണ്. ഭരണഘടനയിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് കാണില്ല. കേന്ദ്ര സർക്കാർ നമ്മൾ എഴുതി അങ്ങ് ഉറപ്പിച്ചതാണ് മലയാളത്തിൽ. കേന്ദ്ര സർക്കാർ എന്ന് ഭരണഘടനയിലില്ല, സെൻട്രൽ ഗവൺമെന്റ് ഇല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ യൂണിയൻ ഗവൺമെന്റ്, GOA അല്ലെ യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് അല്ല. കേന്ദ്രീകരിക്കുന്ന ഗവൺമെന്റ് അല്ല, യൂണിയനായി നിൽക്കുന്ന ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ കാഴ്ചപ്പാട് അട്ടിമറിക്കപ്പെടുന്നു. ഭരണഘടന ഇങ്ങനെ തന്നെ നിൽക്കുന്നു, പ്രയോഗത്തിൽ ഒരു യൂണിയന്മാർ സെൻട്രലായി ഒരു കേന്ദ്ര സംവിധാനമായി നമ്മുടെ ഇന്ത്യയെ പരിവർത്തനം ചെയ്യും, ഏകമുഖമാക്കുന്നു. അത് അവരുടെ കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ വിൻഡോ എല്ലാവരും മുബാറക്കും നമ്മളെല്ലാം നടത്തിയ എത്രയോ പോരാട്ടങ്ങൾ, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശമെല്ലാം. ഇപ്പോൾ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ സെൻട്രൽ സബ്ജക്റ്റായി. സംസ്ഥാന സർവകലാശാല പണം കൊടുക്കുമ്പോഴെല്ലാം സ്റ്റേറ്റ് ആണെങ്കിലും പ്രയോഗത്തിൽ ഇപ്പോൾ അത് ഒരു യൂണിയൻ സബ്ജക്ട്, സെൻട്രൽ സബ്ജക്റ്റ് ആണ്, യൂണിയൻ ലിസ്റ്റിലാണ്. അവന് പറയും ഭരണഘടന ഭേദഗതി ചെയ്ത് കൺകറന്റ് ലിസ്റ്റ് ആയതുകൊണ്ട് രണ്ടു കൂട്ടർക്കില്ല. പ്രയോഗത്തിൽ ഡിഫാക്ടോ ഇപ്പോൾ അത് യൂണിയനായി. കാരണം UGC തീരുമാനിക്കുമ്പോഴാണ് നിയമം. അതും ഭരണഘടനയ്ക്കെതിരാണ്. കാരണം ഒരു നിയമം പാസ്സാക്കുന്നത് നിയമസഭയാകട്ടെ പാർലമെന്റ് ആകട്ടെ സ്ട്രക്ചേർഡ് ആയ പ്രോസസ്സാണ്. 1ാം വായന, 2ാം വായന, 3ാം വായന, ഇൻട്രൊഡക്ഷൻ, കൺസിഡറേഷൻ, പാസിംഗ്. അത് വേണമെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാം, സെലക്ട് കമ്മിറ്റികൾ. ഇങ്ങനെയാണ് നിയമം പാസ്സാക്കുന്നത്. റെഗുലേഷൻ മേശപ്പുറത്ത് വയ്ക്കുകയുള്ളൂ, ലെയ്ഡ് ആണ്. ലോ മെയ്ഡ് ബൈ പാർലമെന്റ്, റൂൾ ലെയ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ ഹൗസ് ആണ്. രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞു ഈ റൂളുകൾ എന്നുള്ളത് കേന്ദ്രത്തിൻ നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ അത് സംസ്ഥാന നിയമത്തിന്റെ മുകളിൽ വെക്കും. അങ്ങേയറ്റം തെറ്റായ ഇന്റർപ്രിട്ടേഷനാണ്. സംസ്ഥാന നിയമസഭകളെ അതിനെ പൂർണ്ണമായും അപ്രസക്തമാക്കി ഭരണഘടനാപരമായ കാഴ്ചപ്പാടിനെ ചുരുക്കി യൂണിയൻ ഗവൺമെന്റിന്റെ താഴെ കൊണ്ടുവരിക എന്നതാണ് അത്തരം വ്യാഖ്യാനം. അപ്പൊ ഫെഡറലിസം യഥാർത്ഥത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യം പരിമിതമാകുന്നു, ഏകാധിപത്യത്തിലേക്ക് മാറുന്നു, ബേസിക് സ്ട്രക്ചറായ മതനിരപേക്ഷത മതാത്മകതയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഫെഡറൽ സ്ട്രക്ചറും ഒരു ഏകരൂപത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ മാറി വന്നെങ്കിലും, ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നെങ്കിലും മൗലികമായ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ വ്യാമോഹിക്കാനേ പാടില്ല. മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള, അംബേദ്കർ പറഞ്ഞു സമ്പദ്ഘടന ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ സാമ്പത്തികമായ അസമത്വം ശക്തിപ്പെടുന്നു. ഭരണഘടനയിൽ എപ്പോഴും പരിഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 39C. 39C പറയുന്നത് സമ്പദ്ഘടനയുടെ പ്രവർത്തനം സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക് നയിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോ സമ്പത്ത് പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാഭൂരിപക്ഷവും ദരിദ്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ ഇന്ന് കടലാസിനകത്ത് മാത്രമായി ഒതുങ്ങും എന്നുള്ളതാണ്. അന്നേ അത് യാഥാർത്ഥ്യമായിട്ടില്ല, പക്ഷെ പ്രയാണം തുടങ്ങിയിരുന്നു, വെല്ലുവിളികൾ നേരിട്ടിരുന്നു. പക്ഷെ അതിലേക്കുള്ള യാത്ര ശക്തിപ്പെട്ടുകൊണ്ടിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരു 2 ദശകമായി പതുക്കെ മാറി കഴിഞ്ഞൊരു ദശകം പൂർണ്ണമായും ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ ഭരണഘടനയെ അപ്രസക്തമാക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യങ്ങളിലൊന്ന് ഭരണഘടനയുടെ സംരക്ഷണമാണ് എന്നതിലേക്ക് വികസിച്ചത്. ഭരണഘടന സംരക്ഷിക്കുമ്പോൾ വിശാലമായ ഒരു കൂട്ടായ്മ ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം വിഭാവനം ചെയ്യുന്ന ഈ രാജ്യം ഇങ്ങനെ പണം വിൽക്കണോ? ഈ രൂപത്തിൽ കടമെടുപ്പ് കണ്ടില്ലേ? കേരളത്തിന് കടമെടുക്കുന്നത് ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന് പൂർണ്ണമായും അവകാശമുള്ളതാണ്.
സ്റ്റേറ്റ് ലിസ്റ്റിലാണ് സ്റ്റേറ്റ് ഡെപ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ യൂണിയൻ ഡെപ്റ്റ്. സംസ്ഥാനത്തിന്റെ കടപരിധി നിർണയിക്കുന്നതിനുള്ള അവകാശം സംസ്ഥാന നിയമസഭയ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയുടെ 131 പ്രകാരം സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സമ്പദ്ഘടനയിൽ സാമ്പത്തിക മേഖലയ്ക്കകത്തും ഫെഡറൽ സ്ട്രക്ചർ ഇല്ലാതാകുന്നു, രാഷ്ട്രീയ തലത്തിൽ ഈ ഫെഡറൽ സ്വഭാവം ഇല്ലാതാകുന്നു, ഏകരൂപത്തിലേക്ക് മാറുന്നു, ഒരു മതാത്മകത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനെ മറികടക്കാൻ ഭരണഘടന സംരക്ഷിക്കൽ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിരന്തരമായ ജാഗ്രത ആവശ്യമാണ്. സമരങ്ങൾ നിലയ്ക്കുകയല്ല, കുറെ കൂടി ശക്തമായ സമരങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്നത്തെ അവസ്ഥയിലെങ്കിലും ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നതിൽ പിന്നെപ്പോലുള്ള സഖാക്കൾ അന്ന് കാണിച്ചിട്ടുള്ള നിശ്ചയദാർഢ്യവും അതേപോലെയുള്ള ആത്മധൈര്യവും നമുക്കെല്ലാവർക്കും ഊർജമായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.